പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. എൻ്റെ അവസാനത്തെ ആഗ്രഹിക്കുന്ന നിന്നെ മൃത്യുവിനെ പോലെ രക്ഷിച്ചു പോന്നു. മഹാവിഷമുള്ളൊരു ഉഗ്രനാദത്തെ മടിയിൽ വെച്ച് താലോലിച്ച ഞാൻ ഹതനായി. രാമനും ലക്ഷ്മണനും ഞാനും വിട്ടുപോകുന്ന ഈ രാജ്യത്തെ നിന്നോടുകൂടി മകൻ ഭരതൻ ഭരിക്കട്ടെ. ബന്ധുഘാതകിയായ നിന്നെക്കൊണ്ട് എൻ്റെ ശത്രുക്കൾ സന്തുഷ്ടരായി തീരട്ടെ. അതിനിഷ്ഠൂരയായ നീ യാതൊരു കൂസലും കൂടാതെ ഉത്തരം പറയുമ്പോൾ നിന്റെ പല്ലുകൾ ആയിരമായിരമായി തകർന്നു വീഴാത്തത് എന്താണ്? അപ്രിയമായൊരു വാക്കുപോലും പറയാത്ത അഥവാ പരുഷവർദ്ധമാനത്തിന് സാധിക്കാത്ത മധുരഭാഷിയായ രാമനെപ്പറ്റി ഇപ്രകാരം ദോഷം പറയുവാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? കേകയ മഹാരാജ്യത്തിൻ്റെ പാപം മുഴുവൻ രൂപമാർന്ന നീ ദുഃഖിച്ചാലും ക്രോധിച്ചാലും നശിച്ചാലും ആയിരക്കണക്കിൽ കണ്ടങ്ങളായി ഭൂമിയിൽ പതിച്ചാലും എനിക്ക് ഹിതമായ ക്രൂരവാക്കുകളെ ഞാൻ സ്വീകരിക്കുകയില്ല. മധുരവാക്കുകൾ ഒതുന്ന ദുസ്വഭാവിനെയും സർപ്പതുല്യയും സ്വവംശനാശിനിയും എൻ്റെ മനസുഖത്തെ ചാമ്പലാക്കിയ ഘോരയുമായ നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. മകൻ പിരിഞ്ഞുപോയാൽ എൻ്റെ ജീവിതം ഇല്ല, പിന്നെയാണോ സുഖം? എൻ്റെ പ്രിയതമയായ ദേവി, എന്നെ ദുഃഖിപ്പിക്കരുതേ. ദേവിയുടെ ചരണകമലങ്ങളിൽ വയോവൃദ്ധനായ ഞാനിതാ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പ്രസാദിക്കണേ, പ്രസാദിക്കണേ. ആ ദുഷ്ടസ്ത്രീയുടെ വലയിൽപ്പെട്ട ഭൂപാലേന്ദ്രൻ അനാഥനെ പോലെ ദീനദീനം വിലപിച്ച് നീട്ടിയ കാലുകൾ തൊടുന്നതിന് മുമ്പ് ഒരു രോഗിയെപ്പോലെ പെട്ടെന്ന് ഭൂതലത്തിൽ വീണു. പുണ്യം അവസാനിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ പതിച്ച യയാതി മഹാരാജാവിനെ പോലെ ഇത്തരത്തിലുള്ള ദുഃഖത്തിന് യാതൊരു അർഹതയുമില്ലാത്ത അവനീന്ദ്രൻ മണ്ണിൽ കണ്ണടച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ആ കാമിനിയാങ്കിക്ക് താൻ ആഗ്രഹിച്ച കാര്യം സഫലമായി തീരുമോ എന്ന ഭയം തുടങ്ങി. ഭയദർശിനിയായ കൈകേയി സംശയമെന്നിയ ആ വരങ്ങൾ തന്നെ വീണ്ടും ചോദിച്ചു. ഹേ രാജാവേ, അവിടുന്ന് സത്യവാക്കിൽ ദൃഢവ്രതനാണെന്ന് മേനി പറയുകയാണോ? എനിക്ക് തരാമെന്ന് സത്യം ചെയ്തവയെ തരുന്നില്ലല്ലോ. അല്പാൽപമായി ബോധം തെളിഞ്ഞ ദശരഥ നൃപേന്ദ്രൻ അത്യധികം കോപത്തോടെ വീണ്ടും തുടർന്നു. എൻ്റെ ജന്മശത്രുവായ നീജേ, ഞാൻ യമാലയത്തിലേക്കും രാമൻ ദണ്ഡകാരണ്യത്തിലേക്കും പോയിട്ട് ദുഷ്ടേ നീ സസുഖം വസിക്ക്. സ്വർഗത്തിലെത്തിയ എന്നോട് വാനവൻ രാമൻ്റെ സുഖവർത്തമാനം അന്വേഷിക്കുമ്പോൾ എങ്ങനെ ഞാൻ സഹിക്കും? കൈകേയിയുടെ പ്രിയത്തിന് വേണ്ടി രാമനെ കാട്ടിലേക്ക് അയച്ചു എന്ന് സത്യം പറയുന്നത് തീർച്ചയായും അസത്യമായേക്കാം. അനേകം വർഷങ്ങൾ ആറ്റുനോറ്റ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് വയസ്സുകാലത്ത് ഉത്തമ സന്താനങ്ങൾ സംജാതരായി. മഹാബാഹുവും മഹാത്മാവുമായ രാമനെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? ഏറ്റവും ശൂരനും അമേയ വിഘ്നനും ക്ഷമാശീലനും ക്രോധത്തെ വിജയിച്ചവനും അരവിന്ദ ദള നേത്രനുമായ രാമനെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? ഇന്ദീവര കുസുമം പോലെ ശ്യാമളവർണ്ണൻ നീണ്ടുരുണ്ട് കാൽമുട്ടോളം എത്തിയ ദീർഘബാഹുവും എൻ്റെ രാമനെ ഞാൻ എങ്ങനെ ദണ്ഡകാരണ്യത്തിലേക്ക് അയക്കും? ഇന്നുവരെ യാതൊരു ദുഃഖാനുഭവവുമില്ലാത്ത സുഖങ്ങൾ മാത്രം അനുഭവിച്ച ആ ബുദ്ധിമാന്റെ വ്യസനം ഞാൻ എങ്ങനെ കാണും? അഴലേൽക്കുവാൻ അർഹതയില്ലാത്ത രാമനെ യാതൊരു വ്യസനവും ഏൽപ്പിക്കാതെ ഈ നിമിഷത്തിൽ ദിവംഗതനായാൽ എത്ര നന്നായിരുന്നു. സത്യപരാക്രമിയായ ഓമന മകൻ രാമന് ദുഷ്ടാത്മാവും പാപചിത്തയുമായ നീ അനിഷ്ടം ചെയ്യുന്നത് എന്തിനാണ്? ഈ ലോകത്തിൽ കിടയറ്റ ചീത്തപ്പേരും നശിക്കാത്ത ന്യൂനതയുമാണ് എനിക്ക് വന്നു ചേർന്നത്. മഹാരാജ ദശരഥൻ ഏറ്റവും അസ്വസ്ഥതയോടെ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഭാസ്കരദേവൻ നിഷ്പ്രഭനായി ക്രമത്തിൽ അസ്തമിച്ചു. മനോഹര നിശീതിനി വാർത്തിങ്കളും അണിഞ്ഞ് പ്രത്യക്ഷമായി. 3 യാമങ്ങളോടുകൂടിയ നിശാദേവി വിലപിച്ചുകൊണ്ടിരിക്കുന്ന നൃപപാലനിൽ പ്രസാദിച്ചില്ല. അഥവാ ശശാങ്കൻ നിഷ്പ്രഭനായി തോന്നി. വിടുവീർപ്പുകൾ തുടർന്നുകൊണ്ടുവന്നു. ശൂന്യമായി തോന്നിയ ആകാശത്തിലേക്ക് ദൃഷ്ടികൾ പായിച്ച് ആയ വയോവൃദ്ധൻ ഒരു കുട്ടിയെപ്പോലെ സകുരുണം വിലപിച്ചു. നക്ഷത്രങ്ങളാൽ അലംകൃതയായ രാത്രി എന്നിൽ ദയാദൃഷ്ടികൾ പതിപ്പിക്കണേ. ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. കരുണ ഉദിക്കണേ. മംഗളസ്വരൂപിണിയായ ദേവി, പ്രഭാതം ആകരുതേ. അല്ലെങ്കിൽ വേണ്ട, അതിവേഗത്തിൽ പാൻ ഒളിക്കൂ. ആലോചിക്കാൻ പോലും സാധിക്കാത്ത ആപത്ത് ഈ ദുഷ്ടയെ എൻ്റെ പത്നിയാണെന്ന് പറയുന്ന ഈ സ്ത്രീ രൂപത്തെ കാണുകയേ വേണ്ട. ഭൂനായകൻ കൈകൾ കൂപ്പി കൈകേയിയെ പ്രസാദിപ്പിക്കാൻ കൊതിച്ചു വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദേവി, അന്തകന്റെ അടുത്തെത്തിയ ഈ വൃദ്ധനിൽ, സാധുചരിതനിൽ, ഭവതിയുടെ അധീനത്തിൽ ജീവിക്കുന്നവനിൽ, വിശേഷിച്ച് അയോധ്യ രാജ പാലകനിൽ ദയ തോന്നണേ. നല്ലവളായ സുന്ദരി രത്നമേ, രഹസ്യമായിട്ടല്ല ദേവിയോട് ഞാൻ അപേക്ഷിക്കുന്നത്. കാരുണ്യമുള്ള ദേവി പ്രസാദിക്കണേ.
ഭവതി ദാനം ചെയ്ത രാജ്യത്തെ രാമൻ പരിപാലിക്കട്ടെ. ഈ ഒരൊറ്റ കർമ്മം കൊണ്ട് അനശ്വരമായ സത്കീർത്തി ഭവതിക്ക് ഉണ്ടാകും. എനിക്ക് രാമന്, ലോകത്തിന്, ഗുരുജനത്തിന്, ഭരതന് ഒരുപോലെ ഗുണകരമായ പ്രിയകരമായ ഈ കാര്യം മനോഹരിയാംഗിയായ ദേവി സദയം ചെയ്യണേ. തുടുത്ത കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന ബാഷ്പങ്ങളോടെ ദീനദീനം വിലപിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുന്ന ഭർത്താവിൻ്റെ വാക്കുകൾ ആ നൃശംസയിൽ യാതൊരു വികാരവും ഉണ്ടാക്കിയില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥഗൗരവം എന്താണെന്ന് ശ്രദ്ധിച്ചതുമില്ല. കുമാരനെ ഉപേക്ഷിക്കേണ്ട കാര്യം ഓർക്കുമ്പോൾ മൂർച്ചയാർന്നും ക്രമത്തിൽ ബോധം വരുമ്പോൾ ഉരുണ്ടും വിലപിച്ചും ആ രാത്രി അവസാനിക്കാറായി. പള്ളിക്കുറപ്പ് ഉണർത്തുവാൻ സാധാരണ മട്ടിൽ തുടങ്ങിയപ്പോൾ രാജരാജേന്ദ്രൻ അവരെ തടഞ്ഞു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.